കോടമഞ്ഞും നല്ല തണുത്ത കാറ്റും നിറഞ്ഞ മൊട്ടക്കുന്നുകൾക്ക് മുകളിൽ നോക്കത്താ ദൂരത്ത് പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളും മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകളും അവയെ തടഞ്ഞു നിർത്തി നിർമ്മിച്ചിരിക്കുന്ന നിരവധി ജലാശയങ്ങളും പ്രകൃതിയുടെ ദൃശ്യവിസ്മയം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എണ്ണിയാൽ തീരാത്ത ഇടങ്ങൾ നിറഞ്ഞ ഒരു സ്വപ്നലോകം. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിനെ കുറിച്ചാണ്. മൂന്നാറിൽ നിന്നും യാത്ര ആരംഭിച്ച് മാട്ടുപ്പെട്ടിയും എക്കോ പോയിന്റും കുണ്ടളയും എല്ലപ്പെട്ടിയും ഒക്കെ കണ്ട് ടോപ്പ് സ്റ്റേഷന്റെ വിസ്മയ കാഴ്ചകളും സൺസെറ്റിന്റെ ഭംഗിയുമൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു യാത്രയാണിത്. മൂന്നാറിന്റെ നെറുകയിൽ ഒളിഞ്ഞിരിക്കുന്ന മേഘങ്ങൾ നിരന്തരം മുത്തമിടുന്ന ടോപ്പ് സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മൂന്നാറിൽ നിന്നാണ്. മൂന്നാറിൽ നിന്നും ഫോട്ടോ പോയിന്റ് ഒക്കെ കണ്ട് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം സൺമൂൺ വാലിയിലെ ബോട്ടിംഗ് ആണ്. ഡാമിലൂടെയുള്ള സ്പീഡ് ബോട്ടിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അഞ്ചാളുകൾക്ക് സഞ്ചരിക്കാവുന്ന സ്പീഡ് ബോട്ടിന് 1100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ബോട്ടിങ്ങിന് ശേഷം നമുക്ക് തൊട്ടടുത്തുള്ള അഡ്വഞ്ചർ പാർക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് 400 രൂപയും മുതിർന്നവർക്ക് 600 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ 25ഓളം ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. മാട്ടുപ്പെട്ടിയിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോയാൽ എത്തുന്നത് എക്കോ പോയിന്റിലാണ്. പോകുന്ന വഴിക്ക് പുൽമേടുകളും ഗ്രാൻഡീസ് മരങ്ങളും ഒക്കെയാണ്. ആനയൊക്കെ മിക്കപ്പോഴും ഇവിടെ ഇറങ്ങാറുണ്ട്. എക്കോ പോയിന്റിലും പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടെ പെഡൽ ബോട്ടിനും കയാക്കിംഗ് ബോട്ടിനും 400 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടം ഒരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. വെഡിങ് ഷൂട്ടൊക്കെ ഇവിടെ ധാരാളം നടക്കാറുണ്ട്. മൂന്നാറിലെത്തുന്നവർ കൂടുതലും വിശ്രമത്തിന് തിരഞ്ഞെടുക്കുന്നത് ഡാം റിസർവോയറിന്റെ സൈഡിലുള്ള ഗ്രാൻഡീസ് മരക്കൂട്ടങ്ങൾക്കിടയിലാണ്. ഇനി നമ്മൾ കുണ്ടള ഡാമിലേക്കാണ് പോകുന്നത്. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വേണം നമുക്കവിടെ എത്താൻ. പോകുന്ന വഴിക്ക് നിരവധി വ്യൂ പോയിന്റുകളൊക്കെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുണ്ടള ഡാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണിത്. 1946-ൽ ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്. ഇവിടുത്തെ വിശാലമായ ഗ്രാൻഡീസ് തോട്ടത്തിലിരുന്ന് തടാകത്തിന്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. പെഡൽ ബോട്ട്, ഷിക്കാര തുടങ്ങിയ ബോട്ടിംഗ് സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് എല്ലപ്പെട്ടി ഗ്രാമം. എല്ലപ്പെട്ടി ശാന്തതയും പ്രകൃതി സൗന്ദര്യവും ഒക്കെ നിറഞ്ഞ ഒരു ഉൾഗ്രാമമാണ്. ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.
നമ്മളിപ്പോൾ തമിഴ്നാടിന്റെ ബോർഡറിലേക്കാണ് പ്രവേശിക്കുന്നത്. ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടിന്റെ ഭാഗമാണ്. മൂന്നാറിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ ദൂരെയാണ് ഇവിടം. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും റോപ്പ് വേ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മൂന്നാറിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന തേയില തമിഴ്നാട്ടിലെ തേനിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ടോപ്പ് സ്റ്റേഷൻ എന്ന പേര് വന്നത്. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് മുൻപോട്ട് പോയാൽ പാമ്പാടുഷോള നാഷണൽ പാർക്ക് വഴി വട്ടവടയിലേക്കാണ് എത്തുന്നത്. ഈ ജംഗ്ഷനിൽ നിന്നും നമുക്ക് ഏകദേശം 1/2 കിലോമീറ്റർ നടന്നു വേണം വ്യൂ പോയിന്റിലെത്താൻ. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോളിലാണ് ഈ പ്രദേശം. നമ്മൾ പോകുന്ന വഴിക്ക് ഇരുവശവും വഴിയോര കച്ചവട സ്ഥാപനങ്ങളാണ് കാണുന്നത്. ഈ വ്യൂ പോയിന്റിൽ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ പ്രവേശിക്കുന്നതിന് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ വാച്ച് ടവറിൽ നിന്നാൽ പാമ്പാടുഷോള നാഷണൽ പാർക്കിന്റെ വനപ്രദേശങ്ങളും തേനിയിലെ കാറ്റാടിപ്പാടവും കൊളുക്കുമലയുടെയും ഒക്കെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് മൂന്നാറിലെ ഏറ്റവും ഉയർന്ന വ്യൂ പോയിന്റ് ആണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1700 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഉയരക്കൂടുതലായതിനാൽ ഈ പ്രദേശം മിക്ക സമയങ്ങളിലും കോടമഞ്ഞ് മൂടിയാണ് കിടക്കുന്നത്. ടോപ്പ് സ്റ്റേഷനിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ സൺസെറ്റും സൺറൈസുമാണ്. നമ്മളിപ്പോൾ സൺസെറ്റ് കാണാനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നേർത്ത കോടമഞ്ഞിനിടയിലൂടെ കാണുന്ന സൺസെറ്റ് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇവിടെ മിക്ക സമയത്തും കോടമഞ്ഞ് നിറയുന്നതുകൊണ്ട് വാച്ച് ടവറിൽ നിന്നുള്ള ക്ലിയർ വിഷ്വൽസ് ചില സമയങ്ങളിലേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.